എങ്ങനെ കഴിഞ്ഞു കുടുംബ? സംയുക്ത പറഞ്ഞ കേട്ടില്ലേ? ഓഫീസിൽ പോലും ആർക്കും സ്വസ്ഥതയില്ല. 4 പണം കയ്യിൽ വരുമ്പോ മനുഷ്യന് തോന്നും അവൻ ദൈവത്തിനേക്കാൾ മുകളിലാണെന്ന്. എന്നിട്ട് ലോകത്തെ മുഴുവൻ പുച്ഛിച്ച് അഹങ്കരിക്കും. കുറച്ചൊക്കെ ദൈവം ക്ഷമിക്കും. ഒടുവിൽ തീരെ ഗതികെടുമ്പോ പൊക്കിയെടുത്ത് താഴെയിടും. യതിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിപ്പോ അവിടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഈ അശോകൻ കൊണ്ട് കേസ് കൊടുത്തോണ്ടല്ലേ? ഈ അശോകൻ കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? അതുകൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പറഞ്ഞ അഭിമന്യുവിന് കൂടപ്പറപ്പിനോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസും ബുക്കാറും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവന്റെ ഷെയർ ആദ്യമേ കൊടുത്തുവിടായിരുന്നോ? ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളല്ലേ യതിയേട്ടാ? അശോകന് അഭിമന്യുവിനോട് അത്രത്തോളം എന്തെങ്കിലും ദേഷ്യം തോന്നിക്കാണും. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും സ്വന്തം രക്തത്തെ തള്ളി പറയാമോ പാറു? അതും ആർക്കാനും വേണ്ടി. പെറ്റമ്മയായാലും പോറ്റമ്മയായാലും അമ്മ അമ്മ തന്നെയല്ലേ യതിയേട്ടാ? അഭിമന്യുവിന് ഒരമ്മയുടെ അല്ല 2 അമ്മമാരുടെ പ്രാർത്ഥനയുണ്ടാവും. അത് മതി ജീവിതം തിരിച്ചു പിടിക്കാൻ. യതിയേട്ടൻ നോക്കിക്കോ, സർവപ്രതാപങ്ങളോടെയും അവര് തിരിച്ചു വരും. ഈ പറഞ്ഞ അഭിമന്യുവും അശോകനും ഹർഷനും എല്ലാരും ഒന്നിക്കുകയും ചെയ്യും. പണവും സ്വാധീനവും ഒക്കെ കൊടുത്ത് അവരെ സഹായിക്കാൻ ദൈവം ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. സമയാവുമ്പോ എല്ലാം ശരിയാവും. ഹർഷേട്ടൻ എന്നെ വിവാഹം കഴിച്ച പിന്നെ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം ആർക്കാ? ഹർഷേട്ടൻ രക്ഷപ്പെട്ട കൂട്ടത്തില് ആ കുടുംബം രക്ഷപ്പെടില്ലേ? എന്തിനാ അവരുടെ അഭാഗ്യം ചേച്ചിയായിട്ട് തട്ടിമാറ്റുന്നേ? അബി, എന്താച്ചാ? ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറയുമായിരുന്നു. നീ ഇങ്ങനെ എപ്പോഴും ഊണുവർക്കൊക്കെ കളഞ്ഞ് ആലോചനയുമായിട്ട് നടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ. പറ മോനെ, എന്താ നിന്റെ മനസ്സില്? ഏയ് ഒന്നുമില്ല അമ്മേ. നിനക്ക് അമ്മയോട് മാത്രമായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ മാറിത്തരാം. ഏയ് അങ്ങനൊന്നുമില്ല അച്ഛാ. പക്ഷേ അങ്ങനെ എന്തോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നു. ഉള്ളിൽ വെച്ച് നീ ഒന്നും നീട്ടണ്ട. അതെന്തൊക്കെയാണെങ്കിലും തുറന്നു പറയടാ. ശർമ്മളെ, നീ തന്നെ ചോദിക്കേ. എന്താടാ മോനെ, അച്ഛൻ പറഞ്ഞ സത്യമാണോ? നിനക്ക് അമ്മയോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്താടാ? അവൻ ഇന്ന് എന്നെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു, ആ അശോകൻ. എന്തിന്? എന്റെ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് തിരിച്ചു തരാന്ന് പറയാം. നേരാണോടാ നീ പറഞ്ഞത്? അതെ അമ്മേ. പക്ഷേ പകരം അവനൊരു കണ്ടീഷനുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവന്റെ കൂടെ ചെല്ലണമെന്ന്. പറ അമ്മേ, ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കണം? എൻ്റെ അച്ഛനെയും അച്ഛമ്മയും എൻ്റെ ഹർഷനെയും ഞാൻ ഉപേക്ഷിക്കണം? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഈ അഭിമന്യുടെ മരണോ? മോനെ, ഇങ്ങനൊന്നും പറയല്ലേടാ. ജീവൻ കൊടുക്കുന്നവൾ അമ്മ, എടുക്കുന്നവളല്ല. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അമ്മയില്ലാതെ അഭിമന്യുവിനൊരു ജീവിതം ഉണ്ടോ അമ്മേ? ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായത്.
എന്നിട്ടും ഈ ദുരന്തത്തിലെല്ലാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നില്ലേ? നിന്റെ ദുരന്തത്തിൽ മാത്രമല്ല, നിന്റെ വിജയത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ നീ അന്ന് സ്വയം നേടിയതാ. പക്ഷേ ഒന്നും സ്വന്തമെന്ന് പറയാതെ ഞങ്ങൾക്കെല്ലാം കൂടി പങ്കിട്ട് തന്നവനാ നീ. ആ നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കൂടാ പൊന്നുമോനെ. നീ ജനിച്ചത് എന്റെ വയറ്റിലല്ല, എന്റെ മനസ്സിലാ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വത്തും മുതലും ഒന്നും അല്ലടാ, നിന്നെ മാത്ര. നിന്നേക്കാളും വലിയ സ്വത്ത് ഈ അമ്മയ്ക്കില്ല മോനെ. അമ്മേ, നീയും അശോകനും കൂടെ പറപ്പുകളാ. നീ എന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. പക്ഷെ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നു. അതവന്റെ ഭാഗ്യക്കേടാ. അമ്മയുടെ ഈ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമില്ലായ്മ. മോനെ, കരയല്ലേ അമ്മേ. അമ്മ എന്റെ കൂടെ ഉണ്ടായാ മതി. ഈ ഒരു ശക്തി മതി. നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. ഈ അഭിമന്യു കളപ്പൊരിക്കൽ അഭിമന്യു ആയി തന്നെ തിരിച്ചു വരും. ചുറ്റും കൊടുങ്കാറ്റും കടലിന്റെ അലർച്ചയും അല്ലാതെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. രക്ഷാതീരം എവിടെയാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കണ്ണൊന്നടച്ച ഈ സ്വപ്നം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ വായിച്ചത് ഓർക്കുന്നു, സ്വപ്നത്തിന് വ്യാഖ്യാനങ്ങളുണ്ടെന്ന്. അഭിസാറിന്റെ കപ്പൽ തീരെ തടുക്കുക തന്നെ ചെയ്യും. മുത്തും പവിഴവും ഉള്ള ഒരു വലിയ തീരത്ത്. തന്റെ നാവ് പൊന്നായിരിക്കട്ടെ. എന്താടോ? സോറി സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറിന്റെ ഉപ്പും ചോറും നിന്നിട്ട് അത് പറയാതെ പോയാൽ മര്യാദ കേടല്ലേ? ആമുഖം വേണ്ട, താൻ കാര്യം പറ. സാർ, ഇവിടെ ചില റൂമറുകളൊക്കെ ചിലർ അടിച്ചിറക്കുന്നുണ്ട്. എന്ത് റൂമർ? അല്ല, നമ്മുടെ കമ്പനി പൂട്ടാൻ പോവാണെന്നും തുടർന്ന് മുന്നോട്ട് പോകാൻ സാറിന്റെ കയ്യിൽ കാശില്ല എന്നും. എന്നാര് പറഞ്ഞു? അയ്യോ, ഞാനല്ല സാർ. പല സെക്ഷനിലും അങ്ങനെ ഒരു സംസാരമുണ്ട് സാർ. ചിലരൊക്കെ രാജിവെക്കാൻ പോവാണ് സാർ. അയ്യോ, ഞാൻ പറഞ്ഞത് സാർ ആരോടും പറയില്ലേ സാർ. അഭിസാർ, ഈശ്വര, ചതിച്ചോ? വിളക്കാൻ തേച്ചത് പാണ്ടാവോ? ശ്രീബുദ്ധ സർ, നമ്മുടെ മുഴുവൻ സ്റ്റാഫുകളോടും വരാൻ പറ. ശരി, പറയാം സർ. അഭിസാർ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിത്യ ഇതിൽ ഇടപെടണ്ട. എന്താ? വാ. എല്ലാരും വന്നോ? വന്നു സർ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാ. ഈ മാസത്തെ ശമ്പളം കിട്ടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്താ, ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കിട്ടി സാർ. എനിക്കും കിട്ടി സർ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? അടുത്ത മാസം ആരംഭിക്കാൻ ഇനി 6 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്താ ബീട്ട വിഷയം? അല്ല, ഇവിടെ സാലറി കിട്ടുമെന്ന് ആർക്കൊക്കെയോ സംശയമുണ്ട്. എന്താ, ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല സാർ, കമ്പനി ഇങ്ങനെ കേസും പ്രശ്നമായിട്ട് നിൽക്കുമ്പോ എന്താ തന്റെ പേര്? അനിൽകുമാർ. തനിക്ക് ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകണോ? പോകാം, പക്ഷെ ആനുകൂല്യങ്ങൾ കിട്ടണം. ലോഞ്ച് പോലും ചെയ്യാത്ത കമ്പനിക്ക് എന്ത് ആനുകൂല്യങ്ങളാണോ? സാറേ, ഒരുമാതിരി മൂരാച്ചി മുതലാളിമാരെ പോലെ സംസാരിക്കരുത്. നീ ആരാ അവിടുത്തെ യൂണിയൻ ലീഡറോ? ഇതുവരെ ഇല്ല, ഇനി വേണമെങ്കിൽ ആവാം. ലോഞ്ച് ചെയ്യുന്നതും വൈൻഡപ്പ് ചെയ്യുന്നതും നിങ്ങൾ മുതലാളിമാരുടെ വിഷയം. ഞങ്ങൾ തൊഴിലാളികൾക്ക് അതൊന്നും ബാധകമല്ല. ഇവിടെ എന്റെ കമ്പനിയിൽ മുതലാളിയും തൊഴിലാളിയും ഒന്നും വേണ്ട. അത് ഞങ്ങളും കൂടെ തീരുമാനിക്കേണ്ട സാർ.
എന്നാ തീരുമാനിക്കാം. വേണ്ട ബേട്ടാ. പിന്നെ അല്ലാതെ ലോഞ്ച് പോലും ചെയ്യാത്ത കമ്പനിയിൽ ഇവനൊക്കെ ഇപ്പോഴേ യൂണിയൻ ഉണ്ടാക്കാൻ നിന്ന ഉണ്ടാക്കി എന്ത് ചെയ്യും? പ്ലീസ് വേണ്ട. നിങ്ങൾ ആരെയും മോപ്പിക്കുന്നത്? കയ്യങ്കളിയൊക്കെ തന്നെ വീട്ടിൽ വെച്ചാൽ മതി. ഞങ്ങൾ ആത്മാഭിമാനമുള്ള തൊഴിലാളികളാ. ചോണ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് തൊട്ട് നോക്കണം. അവന്റെ ഒരു മുതലാളി ചമയില്. കാണിച്ചിറടാ നിന്നെ ഞാൻ. ശ്രീബുദ്ധ നോക്കി നിൽക്കാതെ സാറിനെ വിളിച്ചോണ്ട് പോ. പറമോനെ. ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കുക. എന്താടാ ഇവിടെ ആകെ പ്രശ്നമാ. എന്താ? അഭിയേട്ടനും ചില സ്റ്റാഫുകളും തമ്മിൽ ഇവിടെ പ്രശ്നമുണ്ടായി. അതിലൊരുത്തന്റെ തല അഭിയേട്ടൻ തല്ലി പൊട്ടിച്ചു. എന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന് വല്ലതും സംഭവിച്ചു പോയാ ഏട്ടൻ കുടുങ്ങും. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അമ്മയൊന്ന് പറയോ വേഗം എന്തെങ്കിലും ചെയ്യാൻ. അച്ഛൻ ആരെയോ കാണാൻ പുറത്തേക്ക് പോയിരിക്കാ മോനെ. എന്നാ പിന്നെ ആരോമലിന്റെ അച്ഛൻ അവിടെ ഇല്ലേ? പുള്ളിയുടെ അമ്മയൊന്ന് പറ. പോലീസും കേസൊന്നും ആവാതെ പുള്ളിയുടെ ഹോൾഡ് വെച്ച് കേസൊന്നും ഒതുക്കാൻ. ശരി മോനെ. അഭി ഒരു ചെറിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാജേട്ടനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഔട്ട് ഓഫ് റേഞ്ചാ. ശർമ്മള കാര്യം പറ. അവൻ ഓഫീസിലേതോ സ്റ്റാഫിനെ തല്ലിയെന്ന്. അയാള് തലപൊട്ടി ഹോസ്പിറ്റലിലാ. ഇപ്പൊ ഹർഷം വിളിച്ച് പറഞ്ഞതാ. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പോലീസ് കേസ് ആവാതെ പുരുഷോത്തമൻ ചേട്ടൻ ഒന്ന് സഹായിക്കണം. പിന്നെന്താ, സഹായിക്കാലോ. എന്താന്ന് വെച്ചാ അമ്മ ഇപ്പൊ തന്നെ ചെയ്യാം. പക്ഷെ അങ്ങനെ സഹായിക്കാൻ നമ്മുടെ തമ്മിൽ എന്താ ബന്ധം? പുരുഷോത്തമൻ ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ? കളപ്പുരയ്ക്കൽക്കാരും കൃഷ്ണാമൃതത്തിൽക്കാരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിയില്ലേ? ശർമ്മൾ ഉദ്ദേശിക്കുന്നത് എന്റെ മകൻ നിങ്ങളുടെ മകളെ കെട്ടിയ ബന്ധമാണോ? അതിനെ മാനിച്ചുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. പക്ഷേ ഈ കേസിന് അത് പോരാ ശർമ്മളെ. അറ്റംപ്റ്റ് ടു മർഡർ. അന്ന് എന്റെ മകളുടെ മേൽ ചുമത്തപ്പെട്ട അതേ കുറ്റം. ആള് വടിയായില്ലെങ്കിൽ 7 വർഷം, അതല്ല തട്ടിപ്പോയാൽ 12 വർഷം, അല്ലെങ്കിൽ വധശിക്ഷ വരെ. അതൊക്കെ ഡിസ്ക്രിഷണറി പവർ ഓഫ് കോർട്ട്. മനസ്സിലായില്ലേ? ജഡ്ജിയുടെ വിവേചനാധികാരം. പുരുഷോത്തമൻ ചേട്ടാ, ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ വിലപേശുന്നതെന്നാവും ഇപ്പൊ ശർമ്മള ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ ശർമ്മളെ? ഞാൻ ഒരു കച്ചവടക്കാരനായി പോയില്ലേ? സാഹചര്യം കണ്ടറിഞ്ഞ് തരാതരം പോലെ വിലപേശണ്ടേ? അഭിമന്യു കൊന്നാലും ഇല്ലെങ്കിലും നമുക്ക് പുഷ്പം പോലെ ഊരിയെടുക്കാം. കാശ് എത്രന്ന് വെച്ചാ ഞാൻ വാരി അറിയാം. ഒരു പൊടി പോലും പറ്റാതെ ഞാൻ അഭിമന്യുവിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിട്ടു തരാം. പക്ഷേ ഇതൊക്കെ ചോദിക്കേണ്ട സന്ദർഭം ഇതാണോന്ന് എനിക്കറിയില്ല. എന്താ പുരുഷോത്തമൻ ചേട്ടാ? ഹർഷൻ അവന്തികയെ വിവാഹം കഴിക്കണം. എന്താ, സമ്മതാണോ? എന്റെ മകളെ
നിങ്ങൾ മരുമകളാക്കണം. അങ്ങനെ ചെയ്താൽ ഈ കേസ് മാത്രമല്ല, ശർമ്മള ചോദിക്കുന്ന എന്തും ഞാൻ ഈ കാൽ കീഴിൽ കൊണ്ടുവന്നു വെക്കും. എന്റെ മകൾ എനിക്ക് ഭ്രാന്ത ശർമ്മളെ അറിയാലോ. അവൾക്ക് വേണ്ടി ഏത് സ്വർഗീയ ഗംഗയും ഞാൻ വഴിതിരിച്ച് ഭൂമിയിലെത്തിക്കും. പുരുഷോത്തമൻ ചേട്ടാ, അത് ഹർഷനും സപ്തതിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയല്ലേ? അത് വേണ്ടെന്ന് വെക്കണം. ശർമ്മള പോയി ആ ബോട്ട് കണ്ടക്ടറെ വീട്ടിൽ പറഞ്ഞിട്ട് വാ, ഈ കല്യാണം നടക്കില്ലെന്ന്. ശർമ്മള അത് ചെയ്താൽ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ ഹർഷനും അവന്തികുമായുള്ള വിവാഹം ആർഭാടത്തോടെ ഞാൻ നടത്തും. ചുമ്മാ നിങ്ങളൊന്ന് നിന്ന് തന്നാ മതി. ഞാനെങ്ങനെയാ? ഞങ്ങളുടെ സമയം തീരെ ശരിയല്ല പുരുഷോത്തമൻ ചേട്ടാ. ചുമ്മാ അതൊക്കെ വെറുതെ തോന്നുന്നതാ. നല്ല ബെസ്റ്റ് ടൈം അല്ലേ? പരിഹസിക്കണോ? അല്ല, ശർമ്മലയുടെ സമയം ഇപ്പൊ ശർമ്മലയുടെ കയ്യില. ശർമ്മലയുടെ മാത്രമല്ല, കളപ്പുരയ്ക്കിലെ സർവരുടെയും. അത് നന്നാവണോ മോശാവണോ എന്ന് ശർമ്മള തീരുമാനിക്കണം. നിങ്ങളുടെ എം ഡി ഇവിടെ ഉണ്ടോ? ക്യാബിനിലുണ്ട് സർ. എവിടെയാ ക്യാബിൻ? ദേ അവിടെയാ. പ്രശ്നമായി. ഈശ്വര, ചതിച്ചല്ലോ. സാർ, എന്താടോ? ആ അനിൽകുമാർ ചത്തു. സത്യാണോടോ? ആണെന്ന് തോന്നുന്നേ. ഇതാ പോലീസ് വരുന്നുണ്ട്. മിസ്റ്റർ അഭിമന്യു? ഞാനാ സാർ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഇവിടുത്തെ അക്കൗണ്ടന്റ് അനിൽകുമാറിന്റെ തല തല്ലിപ്പൊട്ടിച്ചതിന്. നിങ്ങൾ എന്താ മിസ്റ്റർ ജീവനക്കാരോട് മാടമ്പിത്തരം കാണിക്കുന്നത്? നിങ്ങൾ ആരാണെന്നാ വിചാരം? 6-ാം നമ്പരാനോ അതോ മംഗലശ്ശേരി നീലകണ്ഠനോ? പോവാം സാർ. അല്ല സാർ, ഞങ്ങൾ ഇവിടുന്ന് ഹാജരാക്കിയ പോരെ? പോരാ, ഞങ്ങളുടെ കൂടെ തന്നെ വരണം. ക്രിമിനൽ കേസാ, അതും വധശ്രമം. മിസ്റ്റർ അഭിമന്യു വരണം. സർ, ഞങ്ങളും അബീട്ടാ നടക്ക്. അഭി സർ, വാടോ. എന്താ ഇത്? പ്ലീസ്, ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കരുത്. വരണം. ഇങ്ങോട്ട് വാടോ. നടക്ക്. ഇറങ്ങോട്ട് കേറ്. നടക്ക്. അപ്പൊ നിങ്ങള് വെറുതെ അല്ല അന്ന് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നത്. കമ്പനി പൂട്ടുവെന്ന് നിങ്ങക്ക് നല്ല ഉറപ്പായിരുന്നല്ലേ? ശമ്പളം ചോദിച്ചാനാണോ അനിൽകുമാറിനെ താങ്കൾ കൊല്ലാൻ നോക്കിയത്?
എത്ര മാസത്തെ സാലറി ഡ്യൂസ് ഉണ്ട്? കാര്യം അറിയാതെ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്റെ തനി സ്വഭാവം തന്നെ അറിയും. ഈ അനിൽകുമാർ മരിച്ചു പോയാലോ? കൊണ്ടുപോയി കുഴിച്ചിടും, അല്ലെ കത്തിച്ചളയോ? എന്താ? ആ മതി, നടക്ക. നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണല്ലേ? അതെ, താൻ കൊണ്ടേ കേസ് കൊടു. പണിയെടുത്ത് ജീവിച്ചോ. സിറ്റി ഹോസ്പിറ്റലിൽ അടിയേറ്റ് കിടക്കുന്ന അനിൽകുമാറിന്റെ നില അതീവ ഗുരുതരമായി തുടരുമ്പോൾ തികച്ചും ക്രൂരമായ പ്രതികരണങ്ങളാണ് കാർണിവൽ ഗ്രൂപ്പിന്റെ MD-യും അക്രമിയുമായ അഭിമന്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മരിച്ചാൽ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിക്കും എന്നാണ് അയാൾ പറയുന്നത്. തൽക്കാലം സാർ അകത്തോട്ട് കയറിയൊക്കെ നിൽക്കുക മാത്രമല്ല, സൗകര്യം പോലെ ഇരിക്കുകയോ കിടക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യാം. മോഹന സാർ, താൻ ഈ സാറിന്റെ മൊബൈലും വാച്ചും പേഴ്സും ഒക്കെ ഒന്ന് വാങ്ങി വെച്ചേക്ക്. എടുക്ക സാറേ. നിങ്ങൾ എന്തായി പറയുന്നേ? ഇതൊക്കെ എന്റെ കയ്യിലിരുന്ന എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് സാറേ. സാർ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനിലല്ലേ, അതാ. ഇനി ശീലമായിക്കോളും. കൊടുക്ക് സാറേ.